കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വേണ്ടെന്ന് മലയാളത്തിന്റെ നരസിംഹം മോഹൻലാൽ. മാസ് ഡയലോഗ് അടിച്ച പൃഥ്വിരാജിനെ തേടി പോലീസ് എത്തും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടും അത് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളോടും ആദ്യമായി പ്രതികരിച്ച് മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്ത മോഹൻലാൽ അന്വേഷണത്തിലിരിക്കുന്ന വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. തനിക്ക് ഇത്തരം വാർത്താ സമ്മേളനങ്ങൾ നേരിടാനോ വിശദമായി സംസാരിക്കാനോ അറിയില്ല. തനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ തുടങ്ങിയത്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുപോയി. ഇനി സംഭവിപ്പിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം, ഒരുമിച്ച് മുന്നോട്ടു പോകാം എന്ന ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് മോഹൻലാൽ നടത്തിയത്. സിനിമാ വ്യവസായത്തിൽ നിരവധി സംഘടനകളുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾക്ക് അമ്മ എന്ന സംഘടനയുടെ നേതൃത്വമാണോ മറുപടി പറയേണ്ടത്? ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സംഘടനയില്ല, അവർക്കും സംഘടന വേണം. എങ്കിലേ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ. എല്ലാ ചോദ്യങ്ങളും അമ്മയിലേക്കും തന്നിലേക്കും ഫോക്കസ് ചെയ്യപ്പെടുന്നതിൽ വിഷമമുണ്ട്. സിനിമയിലെ മുതിർന്ന ആളുകളുമായും അഭിഭാഷകരുമായും ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. അതൊരു ഒളിച്ചോട്ടമല്ല. ഞാൻ വർഷങ്ങളായി ഇവിടെയുള്ള ആളാണ്. നമ്മളെല്ലാം അറിയുന്നവരല്ലേ. ഞങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കണം. നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ ഞങ്ങളും കൂടെ കാണില്ലേ? അങ്ങനെയല്ലേ മുന്നോട്ട് പോകേണ്ടത്? സിനിമ എന്ന വ്യവസായത്തെ ഒറ്റ രാത്രി കൊണ്ട് തകർക്കുന്ന രീതിയിലാകരുത് മാധ്യമങ്ങളുടെ ഇടപെടലെന്നും മോഹൻലാൽ പറഞ്ഞു. സിനിമാ മേഖലയിലെ വിവാദങ്ങളോടും സഹപ്രവർത്തകർക്കെതിരെ നടന്ന ആരോപണങ്ങളോടും കോടതിയെയും നിയമ സംവിധാനത്തെയും സർക്കാരിനെയും മുന്നിൽ നിർത്തി തടിയൂരിയ മോഹൻലാൽ പൃഥ്വിരാജോ പാർവതി തിരുവോത്തോ നടത്തിയ വിമർശനത്തെ പോലും പരാമർശിച്ചില്ല. താൻ ഒരു പവർ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലെന്നും സിനിമയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പില്ലെന്നും ആരെയും തൊഴിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. അതേസമയം കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ പഞ്ച് ഡയലോഗുമായി പ്രതികരിച്ച പൃഥ്വിരാജ് സ്വന്തം സെറ്റിൽ നടന്ന പീഡന വിവരം പുറത്തുവന്നതോടെ വെട്ടിലായി. പൃഥ്വിരാജ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി സംവിധാനം ചെയ്ത ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റ് പീഡിപ്പിക്കപ്പെട്ടതായി പരാതി പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദാണ് ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ച് നഗ്ന ഫോട്ടോകൾ എടുത്തത്. ഈ ഫോട്ടോകൾ കാണിച്ച് യുവതിയോട് 6.5 ലക്ഷത്തോളം രൂപ തട്ടിയെന്നും പരാതിയുണ്ട്. താൻ വർക്ക് ചെയ്ത സെറ്റിലോ താൻ സംവിധായകനായിട്ടുള്ള സെറ്റിലോ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നിട്ടില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ പൃഥ്വിരാജ് തറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ബ്രോഡാഡി സിനിമയിലെ പീഡന വിവരം പൃഥ്വിരാജ് കൊച്ചിയിൽ മാധ്യമങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ പുറത്തുവിട്ടിരുന്നില്ല. ഇതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. സംഭവം അറിഞ്ഞയുടൻ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ സെറ്റിൽ നിന്ന് പറഞ്ഞുവിട്ടെന്നും പോലീസിന് മുന്നിൽ ഹാജരായി നിയമ നടപടി നേരിടാൻ നിർദ്ദേശിച്ചെന്നുമുള്ള പൃഥ്വിരാജിന്റെ വാട്സപ്പ് സന്ദേശത്തെ അധികരിച്ചുള്ള റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രോഡാഡി സെറ്റിലെ വിവാദ വ്യക്തി തന്നെയാണ് പൃഥ്വിയുടെ എമ്പുരാൻ സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ. 2023 ഒക്ടോബറിൽ എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ തുടക്കത്തിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പറയുമ്പോഴാണ് താൻ ഇക്കാര്യം അറിയുന്നതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. അതുവരെ ഈ സംഭവമോ പരാതിയോ താൻ അറിഞ്ഞിരുന്നില്ലെന്നും ഇക്കാര്യം അറിഞ്ഞ അന്ന് തന്നെ ഇയാളെ ഷൂട്ടിങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയെന്നും പോലീസിന് മുന്നിൽ ഹാജരാകാനും നിയമ നടപടികൾക്ക് വിധേയനാകാൻ നിർദ്ദേശിച്ചതായും പൃഥ്വിരാജ് പ്രതികരിക്കുന്നു. പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ ഹൈദരാബാദ് പോലീസ് കേസെടുത്തെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. 2021 ഓഗസ്റ്റ് 8 ഹൈദരാബാദിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് സംഭവം. വിവാഹ സീൻ ഷൂട്ട് ചെയ്യുന്നതിന് അവിടെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് അഭിനയിക്കാൻ ജൂനിയർ ആർട്ടിസ്റ്റുകളെ തേടിയത്. അസോസിയേഷന്റെ അറിവോടെ എത്തിയ പെൺകുട്ടിയെയാണ് മൻസൂർ റഷീദ് മുറിയിലേക്ക് എത്തിച്ച് പീഡിപ്പിച്ചത്. കോള കുടിക്കാൻ കൊടുത്തുവെന്നും ഇതിനുശേഷം തനിക്ക് ബോധം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് ബോധം വന്നപ്പോൾ താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ബോധ്യമായെന്നും യുവതി പരാതിപ്പെടുകയായിരുന്നു. ഹൈദരാബാദിലെ ഗച്ചിബൗളി സ്റ്റേഷനിൽ ബലാത്സംഗത്തിന് കേസെടുത്തിട്ടും യുവതിയെ നഗ്ന ഫോട്ടോ കാണിച്ച് പലപ്പോഴായി പണം തട്ടിയെടുത്തിരുന്നു മൻസൂർ റഷീദ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൊല്ലം കടയ്ക്കലിലെ വീട്ടിലെത്തിയെങ്കിലും ഒളിവിൽ പോയെന്നും രാഷ്ട്രീയ സഹായം പ്രതിക്ക് ലഭിച്ചെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. പിന്നീട് പ്രമുഖരുടെ സിനിമകളിൽ പ്രതി പങ്കെടുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും കഴിഞ്ഞയാഴ്ച മാധ്യമങ്ങളെ കണ്ടപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിരുന്നില്ല. മാസ് ഡയലോഗ് അടിച്ച് പൃഥ്വിരാജ് വെട്ടിലായതിന്റെ അനുഭവത്തിലാകും മോഹൻലാൽ വാക്കുകൾ അളന്നെടുത്താണ് ഉപയോഗിച്ചത്. കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ നേരിടാനുള്ള ത്രാണിയില്ലെന്ന് ആദ്യമേ സമ്മതിച്ച മലയാള സിനിമയിലെ നരസിംഹം സംഭവിച്ചതെല്ലാം നല്ലതിനെ, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നല്ലതിനെ, ഇനി സംഭവിക്കാനിരിക്കുന്ന നല്ലതിനെ എന്ന ഭഗവത് സന്ദേശത്തെ ഓർമ്മപ്പെടുത്തും വിധമാണ് മാധ്യമങ്ങളെ മുഴുനീളെ നേരിട്ടത്.